ഹായ് ഓൾ. അങ്ങനെ സംഭവബഹുലമായ ഒരു എക്സാം സീസൺ ഇറ്റ്സ് കമ്മിങ് ടു ആൻ എൻഡ് അല്ലേ. നാളെ തൊട്ട് കീമിൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. നാളെ അതായത് 5-ാം തീയതി മുതൽ 9-ാം തീയതി വരെ കീമിൻ്റെ എഞ്ചിനീയറിംഗ് എക്സാമും 10th കീമിൻ്റെ ഫാർമസി എക്സാമുമാണ് കണ്ടക്ട് ചെയ്യുന്നത്. സോ അതിൻ്റെ ഫുൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ അവൈലബിൾ ആണ്. അതെ, എഞ്ചിനീയറിംഗ് എക്സാം ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ 2 തൊട്ട് 5 മണി വരെയും, ഫാർമസി എക്സാം ആണെങ്കിൽ 3:30 മണി മുതലാണ് എക്സാം വന്നിട്ടുള്ളത്. സോ ഈ കഴിഞ്ഞ ഒരു മാസത്തിലായി ഇപ്പോൾ കീമിൻ്റെ ഏറ്റവും ആദ്യത്തെ CBT എക്സാമാണ്. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അതുപോലെ സെൻട്രൽ അലൊക്കേഷനുമായിട്ടുള്ള വിവാദങ്ങളും ഇതെല്ലാം കഴിഞ്ഞ് ഇനി ഓൾ ഫോക്കസിങ് ഓൺ ദ പരീക്ഷ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സോ ഇനിയിപ്പോൾ നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പം അതിനുവേണ്ടി നിങ്ങളുടെ കയ്യിലുള്ള ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അത് നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് തന്നെയാണ്. അതായത് നിങ്ങൾ ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിങ്ങളുടെ ലോഗിൻ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കിട്ടുന്ന നിങ്ങളുടെ ആ അഡ്മിറ്റ് കാർഡിൻ്റെ PDF അത് വേണം നിങ്ങൾ പ്രിൻ്റ് എടുത്ത് എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകാൻ. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അങ്ങനെ പ്രത്യേകിച്ചൊരു ഡ്രസ് കോഡൊന്നും കീമിന് വേണ്ടി അവർ പറയുന്നില്ല. എന്നാൽ നിങ്ങൾ നോർമലി സാധാരണ എക്സാംസിനൊക്കെ പോകുന്ന രീതിയിൽ തന്നെ പോകാൻ ശ്രമിക്കുക. അപ്പോൾ പ്രത്യേകിച്ചൊരു പർട്ടിക്കുലർ ഡ്രസ് കോഡിൻ്റെ കാര്യം കീമിന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ കയ്യിൽ ഈ അഡ്മിറ്റ് കാർഡ് ഉണ്ടായിരിക്കണം. ഈ അഡ്മിറ്റ് കാർഡിൽ തന്നെ ഇൻസ്ട്രക്ഷൻസിൻ്റെ ഭാഗത്തിൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡിൻ്റെ കൂടെ കരുതാവുന്ന വാലിഡ് ഐഡൻറ്റിറ്റി പ്രൂഫുകൾ ഏതൊക്കെയാണെന്ന് എഴുതിയിട്ടുണ്ട്. കോമൺലി എല്ലാവരും ആധാർ കാർഡ്സ് ആണ് കൊണ്ടുപോകാറുള്ളത്. ആധാർ കാർഡ്, പാൻ കാർഡ് ഒക്കെ പോസിബിൾ ആണ്. നിങ്ങളുടെ +2 അഡ്മിറ്റ് കാർഡ്, നിങ്ങളുടെ +2 ബോർഡ് എക്സാമിൻ്റെ കാർഡ്, നിങ്ങളുടെ ഫോട്ടോ അടക്കമുള്ള കാർഡൊക്കെ ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോകാം. അങ്ങനെ പല വെറൈറ്റി ഓഫ് ID കാർഡ്സിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുക. കൂടെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് പ്രിൻ്റ് എടുത്തത് മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം. പിന്നെ പ്രധാനമായി പറയുന്നത്, എഞ്ചിനീയറിംഗ് എക്സാം ആണെങ്കിൽ 5th സ്റ്റാർട്ട് ചെയ്യുന്ന എഞ്ചിനീയറിംഗ് എക്സാം ആണെങ്കിൽ എല്ലാ പരീക്ഷയും 2 മണിക്ക് കൃത്യം സ്റ്റാർട്ട് ചെയ്യും. അപ്പം റിപ്പോർട്ടിംഗ് ടൈമായിട്ട് 11:30 to 1:30 ആണ്. ഉറപ്പായിട്ട് ഇപ്പോൾ ഒരുപാട് പേരൊക്കെ ഉടനെ ഇപ്പം തന്നെ പുറപ്പെട്ടിട്ടുണ്ടാകും, കാരണം ദൂരെ കിട്ടിയവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, 11:30-ക്കും 1:30-ക്കും ഇടയിൽ മസ്റ്റായിട്ടും എക്സാം ഹാളിൽ എത്തിയിരിക്കണം, അല്ലെങ്കിൽ എക്സാം സെൻറ്ററിൽ എത്തിയിരിക്കണം. കാരണം നിങ്ങൾക്ക് അവിടെ ഒരു ട്രയൽ മോക്ക് നടക്കും. അതായത് നിങ്ങളുടെ പരീക്ഷ എങ്ങനെയാണോ ആ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ഒരു ചെറിയ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് എങ്ങനെ മാർക്ക് ഫോർ റിവ്യൂ ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ CBT എക്സാമിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ പോലെ നിങ്ങൾക്ക് അവരിവിടെ നടത്തുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, മസ്റ്റായിട്ടും നിങ്ങൾ 1:30-ക്ക് മുമ്പ് എത്തിച്ചേർന്നിരിക്കണം, അതിനുള്ളിൽ ഹാളിൽ പ്രവേശിക്കണം. അതുമാത്രമല്ല, നിങ്ങൾ ഹാളിലേക്ക് എത്തിച്ചെല്ലുമ്പം നിങ്ങൾക്ക് അവിടെ ബയോമെട്രിക് വെരിഫിക്കേഷനും അതേപോലെ നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്ന ഒരു ചടങ്ങ്, ആ ഒരു പ്രൊസീജിയറും അവിടെ കാണും. സോ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും ഒരു കീം എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കേണ്ടത്. അല്ലാണ്ട് വളരെ കടുത്ത റെസ്ട്രിക്ഷൻസ് ഒന്നും പറയുന്നില്ല. ശരിക്കും ഇവിടെ ഇപ്പം ഫൈനലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകാം, കൂടെ ഈ പറഞ്ഞ പോലെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വാലിഡ് ഐഡൻറ്റിറ്റി പ്രൂഫ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു പേന കൊണ്ടുപോകാം. കാരണം അവർ പേന കൊണ്ടുപോകുന്ന ഡീറ്റെയിൽസ് ഒന്നും കൃത്യമായി അതിനകത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ റഫ് ഷീറ്റ് അവിടെ തരും. അതായത് നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാനുള്ള റഫ് ഷീറ്റ്സ്, ചെയ്ത് ക്വസ്റ്റ്യൻസ് കണക്ക് ചെയ്ത് നോക്കാനുള്ള റഫ് ഷീറ്റ്സ് നിങ്ങൾക്ക് അവിടെ തരുന്നതാണ്. അപ്പോൾ അത് ചെയ്യാനുള്ള പേന നിങ്ങൾക്ക് കയ്യിൽ കരുതാം. ഇനി അഥവാ എക്സാം സെൻറ്ററിൽ നിന്ന് പേന തരുവാണെങ്കിൽ നിങ്ങൾക്ക് അത് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ എന്തായാലും ഒരു സേഫ്റ്റിക്ക് കയ്യിലൊരു പെൻ കരുതുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നോക്കേണ്ടത്. പ്രത്യേകിച്ച് ഡ്രസ് കോഡിൻ്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. 2 തൊട്ട് അവർ പറയുന്നുണ്ട് 2 to 5 ആണ് പരീക്ഷ. 3 hour ലോങ് എക്സാം ആണ്. 3 hour ലോങ് പരീക്ഷയിൽ കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സ് 3ഉം ഒരു സെറ്റിൽ തന്നെയാണ്. അതല്ലാണ്ട് വേറൊരു ഷിഫ്റ്റിലൊന്നും അല്ല മാത്സ് നടത്തുക. അപ്പം എല്ലാ ക്വസ്റ്റ്യൻസും, ഈ ടോട്ടലായ മൊത്തം ചോദ്യങ്ങളും അവിടെ തന്നെ ഈ ഒരു സമയത്തിനുള്ളിൽ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. നല്ല അടിപൊളിയായി തന്നെ പരീക്ഷ എഴുതുക. നമുക്കിനിയിപ്പം നമ്മുടെ മുന്നിൽ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഇത്രയും ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യാന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും നിങ്ങൾ കണ്ടിന്യൂസ്ലി പഠിച്ചു. ആ പഠിച്ച കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പ്രാവർത്തികമാക്കാനുള്ളൊരു സമയമാണ്. ആ സമയത്ത് ടെൻഷൻ്റെ അങ്ങനത്തെ എന്തെങ്കിലും കാര്യം ആവശ്യമില്ല. സോ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം കയ്യിൽ കരുതി അടിപൊളിയായി പരീക്ഷ എഴുതുക. എല്ലാവർക്കും Xylem ലേണിംഗിൻ്റെ ഓൾ ദ വെരി ബെസ്റ്റ്.